വളരെ പുരാതനമായ ഒരു ചാറാച്ചറ കുളമാണിത്. ഏകദേശം 200-ൽ പരം കുടുംബങ്ങൾ ഈ കുളത്തിൽ നിന്നും അവർ ഉപജീവന മാർഗം നടത്തിയിട്ടുള്ള കുളമാണ്. അപ്പോൾ നമുക്ക് ഈ മാറി വരുന്ന കൗൺസിലർമാർ ഇതിനെ വെറുമൊരു തോടിൻ്റെ പോലും വില കൽപ്പിക്കാതെ ഇത്രയും ജലം സംഭരണിയുള്ള ഒരു ചാറാച്ചറ കുളത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ചാറാച്ചറ കുളത്തിനെ അവഹേളിക്കുന്ന രീതി വന്നപ്പോഴാണ് ഈ ചാറാച്ചറ കുളം ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചാറാച്ചറ കുളം കിടക്കുന്നത് ഒരു വയലാണെന്നോ അല്ലെങ്കിൽ വയൽ നിരത്തിയ കരഭാവമെന്നേ തോന്നുകയുള്ളൂ. ചാറാച്ചറ കുളത്തിനെ കുറിച്ച് പറയാനായി ഉദ്ദേശിക്കുന്നത്, വളരെ കാലങ്ങളായി ഈ ചാറാച്ചറ കുളം ടെൻഡർ എടുത്ത് ഇവിടെ വർക്ക് നടന്നതിനെ തുടർന്ന് പകുതി വർക്കിൽ വെച്ച് നിർത്തിവെക്കേണ്ടി വന്നതിന് ശേഷം ഈ ചാറാച്ചറ കുളത്തിനെ പറ്റി അധികാരികളൊന്നും തിരിഞ്ഞു നോക്കിയതുമില്ല. ഏതൊരു പുരോഗമന വർക്കും നടന്നിട്ടില്ല. ഈ ചാറാച്ചറ കുളം ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചാറാച്ചറ കുളം കിടക്കുന്നത് ഒരു വയലാണെന്നോ അല്ലെങ്കിൽ വയൽ നിരത്തിയ കരഭാവമെന്നേ തോന്നുകയുള്ളൂ. ഇതിൻ്റെ ചുറ്റും താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൊതുജന്യമായ രോഗങ്ങളും മലേറിയ രോഗങ്ങളും ബാധിച്ച് ആളുകൾ വളരെ വിഷമത്തിലാണ് കഴിയുന്നത്. ഇതിൽ നിന്നും ഒരു മാറ്റം വരുന്നതിന് വേണ്ടി BJPയുടെ ഒരു ധർണ ഇവിടെ വയ്ക്കുകയുണ്ടായി. ഈ ധർണയിൽ ഇവിടുത്തെ നാട്ടുകാരും BJPയും വളരെ ശക്തമായി ഇതിനെ പ്രതിഷേധിക്കുകയാണ്. ഈ കുളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നാട്ടുകാരും അസോസിയേഷനും എല്ലാവരും ഒന്നിച്ച് ഇതിൽ പ്രവർത്തിച്ച് ഈ പരിപാടി കുളത്തിൻ്റെ നവീകരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ആളുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ സായാഹ്ന ധർണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുവാനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പുരാതനമായ ഒരു ചാറാച്ചറ കുളമാണിത്. ഏകദേശം 200-ൽ പരം കുടുംബങ്ങൾ ഈ കുളത്തിൽ നിന്നും അവർ ഉപജീവന മാർഗം നടത്തിയിട്ടുള്ള കുളമാണ്. അപ്പോൾ നമുക്ക് ഈ മാറി വരുന്ന കൗൺസിലർമാർ ഇതിനെ വെറുമൊരു തോടിൻ്റെ പോലും വില കൽപ്പിക്കാതെ ഇത്രയും ജലം സംഭരണിയുള്ള ഒരു ചാറാച്ചറ കുളത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ചാറാച്ചറ കുളത്തിനെ അവഹേളിക്കുന്ന രീതി വന്നപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു സായാഹ്ന ധർണ വയ്ക്കുകയും ഇതിൻ്റെ നമ്മുടെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുവാനും അതിന് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ട് നിവേദനം നൽകുവാനും ഒക്കെ പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ പാർട്ടിയുടെ ജില്ലാ നേതാക്കളുമായി ആലോചിച്ചപ്പോൾ ഒരു ധർണ വെച്ചിട്ട് ബാക്കി കാര്യം പിന്നെ അതിനുശേഷം നമുക്ക് നോക്കാമെന്നും ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഏത് ഘട്ടത്തിലേക്ക് പോകേണ്ടി വന്നാലും ഈ കുളം നമുക്ക് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം നടത്താമെന്നും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ സായാഹ്ന ധർണ ഇവിടെ നടത്തിയത്. ഏതായാലും സായാഹ്ന ധർണയിൽ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ രാഷ്ട്രീയമല്ല വിഷയം, ഈ നാടിൻ്റെ വികസനമാണ് ലക്ഷ്യമെന്നുള്ള രീതിയിൽ എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടിലും ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഈ ധർണ നല്ല രീതിയിൽ തന്നെ സമാപിക്കുകയും എല്ലാവരുടെ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾ ഈ ചാറാച്ചറ കുളം നവീകരിച്ച് ഈ കുളത്തെ സായാഹ്നങ്ങളിൽ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്ന് നടക്കുവാനും ഇരിക്കുവാനും കളിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് അത് നീന്തൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റുവാനും ഒക്കെ ഉള്ള ഒരു നടപടികളിലേക്ക് BJPയെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ BJPയും ഒപ്പം ഉണ്ടാകും എന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. പ്രവർത്തിക്കേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ തിരഞ്ഞെടുക്കേണ്ട വ്യക്തികളെ ആലോചിച്ച് തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരം ഇതിൽ നിന്ന് വിരമിക്കും. ഈ കുളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2015-20 കാലഘട്ടത്തിൽ ഞാൻ പാങ്ങോട് വാർഡ് കൗൺസിലറായിരുന്ന അവസരത്തിൽ അവിടെയുള്ള കട്ടച്ചൽ കുളത്തിന് 70 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഈ കുളത്തിന് 1.5 കോടി രൂപയും അനുവദിച്ചതായിട്ട് എനിക്കറിയാം. എത്ര വർഷം? ഏകദേശം 9 വർഷക്കാലമാകുന്നു. 7-8 വർഷത്തിൽ കൂടുതലാകുന്നു. അന്ന് പാളയൻ രാജൻ അവറുകളായിരുന്നു ഇവിടുത്തെ കൗൺസിലർ. ആ 1.5 കോടി അനുവദിച്ചതിന് ശേഷം എൻ്റെ അവിടുത്തെ കുളം പരിപൂർണമായും പണി പൂർത്തിയാക്കി അത് വളരെ ആൾക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നടപ്പാതെയൊക്കെ എനിക്ക് തീർക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ കുളത്തിൻ്റെ അവസ്ഥ നോക്കും. 1.5 കോടി രൂപ അനുവദിച്ചിട്ടും യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാതിരിക്കുകയും കുറേ കാലങ്ങൾക്ക് ശേഷം എന്തൊക്കെ പണികളിവിടെ നടക്കുന്നത് കാണാൻ സാധിച്ചു. തുടർന്ന് കഴിഞ്ഞ ഒരു കൗൺസിൽ ഈ പുതിയ ഭരണസമിതി വന്ന ശേഷം വീണ്ടും ഒരു 1.5 കോടി, ഏകദേശം 4 കോടിയോളം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്നും ഇവിടെ ഈ കുളത്തിൻ്റെ നവീകരണത്തിന് നൽകിയതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും കോടി രൂപ അനുവദിച്ചിട്ടും എന്തുകൊണ്ട് ഈ കുളത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കുളത്തിൻ്റെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് ആർക്കും തന്നെ അതിൽ സംശയം ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട
കൗൺസിലർ PTP വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് VG ഗിരികുമാർ, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു കുളമുണ്ട്. അത് നീന്തൽക്കുളമാണ്. അവിടെ ഒരു CPIയുടെ നേതാവ്, CPIയുടെ നേതാവ് എന്ന് പറയാൻ പറ്റത്തില്ല, കോൺഗ്രസിൽ നിന്ന് വന്നു കയറിയ ഒരു CPIക്കാരൻ ആ കുളത്തിൻ്റെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന കുളത്തിനെ അവൻ്റെ ആ വ്യക്തിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആ കുളത്തെ പൂട്ടുകയുണ്ടായി. നല്ലൊരു നീന്തൽക്കുളമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ അഡ്വക്കേറ്റ് VG ഗിരികുമാർ എല്ലാ കുളങ്ങൾക്കും മാതൃകയായിട്ട് ഒരു ബയല ഉണ്ടാക്കി കൗൺസിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് പല തടസ്സങ്ങൾ നേരിട്ടുമെങ്കിലും കഴിഞ്ഞ ഏകദേശം 4 വർഷക്കാലമായി അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഗിരികുമാർ നിരവധി തവണ ആ ബയല അംഗീകരിക്കുന്നതിന് വേണ്ടി കൗൺസിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ കൗൺസിലാണ് അത് അംഗീകരിക്കാൻ തയ്യാറായത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ വിവേചനത്തോടുകൂടി നമ്മുടെ കൗൺസിലർമാരുടെ പെരുമാറുന്നതിനൊപ്പം തന്നെ ഈ അവരുടെ കൗൺസിലർമാർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ ഫണ്ടുകൾ നിരവധി അനുവദിക്കുകയും പക്ഷേ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന നഗരസഭയെ സംബന്ധിച്ച് ഇവിടെ തിരുവനന്തപുരത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പണ്ട് മഹാരാജാക്കന്മാർ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുള്ള കെട്ടിടങ്ങളും സമുച്ചയങ്ങളും ഒപ്പം തന്നെ റോഡുകളും ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ലോകാരാധനാഥി നരേന്ദ്രമോദിജി വന്നതിന് ശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വിവിധ രീതിയിലുള്ള മന്ദിരങ്ങൾ, അതുപോലെ തന്നെ റോഡുകളൊക്കെ നടന്നു വരികയാണ്. 87 റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നവീകരിച്ചത്. 87 റോഡുകൾ. അതിനകത്ത് PWD റോഡുണ്ട്, റോഡ് ഫണ്ട് ബോർഡുണ്ട്, അല്ലാതെയുള്ള റോഡുകളുണ്ട്. 87 റോഡുകൾ നവീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ മൊത്തം ഓടുന്ന 10 രൂപ ബസ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇതിൻ്റെ അവകാശി പിണറായി സർക്കാർ. യഥാർത്ഥത്തിൽ 115 ഇലക്ട്രിക് ബസ്സുകളാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൽകിയത്. 115 ബസ്സുകൾ. ആ നരേന്ദ്രമോദിജി നൽകിയ പദ്ധതി പ്രകാരം നൽകിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൂടെ നൽകിയ ബസ്സുകളായതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് കൂട്ടാനായിട്ട് അവർ തയ്യാറാകത്ത്. വെറും 10 രൂപയ്ക്കാണ് ഇന്ന് ഓടുന്നത്. അതേസമയം അത് കേരള സർക്കാരിൻ്റെ ആയിരുന്നു, KSRTC ആയിരുന്നു, ഇന്നത് അതിൻ്റെ ചാർജ് കൂട്ടിയേനെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 164ഓളം സർക്കാർ സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് കാണുന്ന നമ്മുടെ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോകുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ്, ഒപ്പം തന്നെ നമ്മുടെ തമ്പാനൂരിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ്, അതോടൊപ്പം തന്നെ ശ്രീകണ്ഠേശ്വരം പാർക്ക്, ശ്രീ ചിത്രനാൾ പാർക്ക്, ഗാന്ധി പാർക്ക്, പുതിരക്കണ്ടം പാർക്ക്, ഇതിൻ്റെയൊക്കെ നവീകരണമെല്ലാം സ്മാർട്ട് സിറ്റി പദ്ധതി കൂടെ തന്നെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉണ്ടായ വികസനങ്ങൾക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ചത് ശ്രീ നരേന്ദ്രമോദിജിയുടെ പദ്ധതിയിൽ കൂടെയാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാൻ കേരള സർക്കാരോ നഗരസഭയോ തയ്യാറാകുന്നില്ല. അതേസമയം ഞങ്ങൾ ഓരോ പ്രദേശങ്ങളിലെത്തുമ്പോഴും ജനങ്ങൾ അന്തം വിടുകയാണ്. അപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയധികം കോടിക്കണക്കിന് രൂപ തിരുവനന്തപുരത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ അവസരത്തിലാണ് ഇതിനെല്ലാം മൂടി മറച്ചുകൊണ്ട് ഇതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ കിടക്കുന്ന കൊച്ചിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ സർക്കാരും ഒപ്പം ഇവിടുത്തെ MLA ഒക്കെ നടത്തുന്നത് എന്നുള്ളൊരു വസ്തുതയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ പ്രവർത്തകർക്കും ഒപ്പം തന്നെ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നന്ദങ്കോട് നിവാസികൾക്കും എൻ്റെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 34 കൗൺസിലർമാരുടെയും പിന്തുണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അടുത്തു വരുന്ന കൗൺസിലിൽ ചാരാച്ചിറ കുളം ഞങ്ങളുടെ പ്രത്യേകമായ ഒരു വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ മരത്തിൽ നിന്ന് വീണ ചില്ല ഒടിഞ്ഞ ആ ബസ് സ്റ്റാൻഡ് 2-3 മാസക്കാലം ജനങ്ങൾക്ക് പോലും ആ ഫുട്പാത്തിൽ കൂടി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തകർന്ന് അവിടെ കിടന്നിട്ട് നമ്മുടെ ഈ വാർഡ് കൗൺസിലർ കണ്ടില്ല, ഇവിടുത്തെ പാർട്ടിക്കാരും കണ്ടില്ല. പക്ഷേ BJP അതും കണ്ടു. BJP അവിടെ അത് ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിലും പ്രകൃതി വെച്ചു. ഞങ്ങളുടെ ഉടനെ തന്നെ ഞങ്ങളുടെ മാത്രമേ നമ്മുടെ ജന്മഭൂമി പത്രത്തിൽ ഒരു വാർത്തയും കൊടുത്തു. ഇത് നന്ദൻകോടിന് നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയും കൊടുത്തു. പക്ഷേ ആ വാർത്ത വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കോർപ്പറേഷൻ്റെ ആണോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളാണോ വന്ന് ആ ബസ് സ്റ്റാൻഡ് മുറിച്ചു മാറ്റി. ആ ഒടിഞ്ഞു കിടന്ന ബസ് സ്റ്റാൻഡിൻ്റെ കമ്പികളൊക്കെ അങ്ങ് മുറിച്ചു മാറ്റി. പിന്നെയോ ബസ് സ്റ്റാൻഡ് ഇല്ലാതായി. സാധാരണക്കാരായ ആളുകൾ അവിടെ ചെന്ന് ബസ്സിന് കാത്ത് നിൽക്കുമ്പോൾ ഈ പൊരു വെയിലത്താണ് ആളുകൾ അവിടെ നിൽക്കുന്നത്. എത്രയോ മാസക്കാലം അവർ വെയിൽ വരുമ്പോൾ നേരെ റിസർവ് ബാങ്ക് മരത്തിൻ്റെ തണലിലേക്ക് ഓടും, ബസ്സിനെ കാണുമ്പോൾ തിരിച്ച് മുകളിലോട്ട് ഓടും, മഴ വരുമ്പോൾ വീണ്ടും സൈഡിലേക്ക് ഓടും. അങ്ങനെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ 800 രൂപ കൊടുത്തൊരു ടാർപ്പാളൻ വാങ്ങി അവിടെ കെട്ടിക്കൊടുത്തു BJP. പിന്നെ അവർ അതിൻ്റെ താഴിലായിരുന്നു അവരുടെ ആ തണൽ പറ്റി നിൽക്കുന്ന പരിപാടി. അങ്ങനെ മുഖ്യമന്ത്രി പോകുന്ന ജംഗ്ഷനിൽ ഒരു ടാർപ്പാളത്തിൻ്റെ കീഴിൽ നിന്ന് ബസ് കയറി പോകേണ്ട ഒരു ഗതികേട്
ഈ നന്തൻകോട് വാർഡിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെ ആ താർപ്പാളത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ കയറി പോകുന്നത് എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ MLA-യും ഇവിടുത്തെ വാർഡ് കൗൺസിലറും ഒക്കെ കാണുമല്ലോ. അങ്ങനെ അതിന് നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ അങ്ങനെ ഉണ്ടായി. അതിൽ ബഹുമാനനായ MLA-യുടെ നിർദ്ദേശപ്രകാരം ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ അതിനകത്തൊരു ബോർഡും വെച്ച് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല കാര്യം. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലോ. സാധാരണ നമ്മളൊക്കെ വിചാരിക്കും MLA-യുടെ ഫണ്ടിൽ നിന്ന് ചിലവാക്കിയതാണ് ഈ ബസ് സ്റ്റാൻഡ് എന്നാണ്. ഇത് MLA-യുടെ നിർദ്ദേശപ്രകാരം ഒന്ന് അതിനകത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്, വായിച്ചത്. പക്ഷേ ഇത് അതുപോലെ തന്നെ നന്തൻകോട് ജംഗ്ഷനിലൂടെ ഡ്രെയിനേജ് പൊട്ടിയൊലിച്ച് 7 മാസക്കാലം കടന്നു. അതിൽ കടന്നു പോകുന്ന ഒരു വാഹനത്തിനോ അവിടുത്തെ ബിസിനസ്സുകാർക്കോ ഒന്നും അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഇത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ BJP പെടുത്തി. നമ്മുടെ നന്തൻകോട് വാർഡിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഞാൻ പോയി നേരിട്ട് കണ്ടു. രേഖാമൂലം പരാതി കൊടുത്തു. അടിയന്തരമായിട്ട് ആ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യുവാനുള്ള അവസരം നൽകണം സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കാം, നമുക്ക് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. എന്തായാലും BJP-യുടെ ഈ പരാതിയും കൂടി വെച്ചിട്ട് ഞാൻ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്താൻ കാരണം, മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് റോഡ് മുറിക്കുവാൻ അനുവാദം കൊടുക്കുന്നില്ല, ട്രാഫിക് സ്റ്റേഷൻ അനുവാദം കൊടുക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. പക്ഷേ എന്തായാലും നമ്മുടെ ആ പരാതി അവിടെ പരിഹരിച്ചുകൊണ്ട് BJP-യുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിച്ചപ്പോൾ റോഡ് മുറിക്കുവാനുള്ള അധികാരം കൊടുത്തു. അവിടെ ഡ്രെയിനേജിന്റെ പ്രത്യേക മാൻഹോൾ കെട്ടി ആ ഡ്രെയിനേജിന്റെ ശല്യവും അവിടെ തീർന്നു.